എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കാർഡ്, അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെയാണ് ഈ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് പറയുന്നത്. എന്നാൽ ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു നല്ല അടിപൊളിയായിട്ടുള്ള സീറോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കപ്പ് ഫീസുള്ള, അതായത് ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ, അതായത് നമ്മൾ വിദേശ രാജ്യത്തേക്ക് ടൂർ പോകുമ്പോഴോ മറ്റുമൊക്കെ നമുക്ക് സാധാരണ ഒരു രീതിയിലുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനേക്കാളും സുരക്ഷിതമായിട്ടും കൂടാതെ ഏറ്റവും കുറഞ്ഞ കറൻസി കൺവേർഷൻ നിരക്കിലും മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അതായത് ഇന്ത്യൻ കറൻസി ആണെങ്കിൽ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ ചാർജുകൾ, അതായത് സീറോ ചാർജുകളോടുകൂടി കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ കാത്തിരിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനലിൽ തന്നെ വിവിധ തരത്തിലുള്ള നിയോ ബാങ്കുകളുടെ വീഡിയോസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു അക്കൗണ്ടാണ് NiyoX എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. NiyoX എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ ഒരു നിയോ എന്ന് പറയുന്ന ഒരു നിയോ ബാങ്കിങ് പ്രൊവൈഡറാണ് നമുക്ക് ഈ ഒരു സംവിധാനം തരുന്നത്. അതേ പ്രൊവൈഡർ തന്നെ മറ്റൊരു ബാങ്കുമായിട്ട്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്ന, ഏറ്റവും കൂടുതൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന SBM ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കാർഡുള്ള ഒരു അക്കൗണ്ടാണ് നിയോ ഗ്ലോബൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നിയോ ഗ്ലോബൽ സേവിങ്സ് അക്കൗണ്ടിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന കാർഡാണ് NiyoX ഗ്ലോബൽ കാർഡ് എന്ന് പറയുന്നത്. നിയോ കാർഡിൻ്റെ ഒരു വിശദാംശങ്ങളും അതിൻ്റെ ഒരു അൺബോക്സിങ്ങും എന്തൊക്കെയാണ് ഈ കാർഡിൻ്റെയും ഈ അക്കൗണ്ടിൻ്റെയും പ്രത്യേകതകളും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ പാർട്ട്ണറാണ് ഈ ഒരു ഗോ നിയോ എന്ന് പറയുന്ന ഈ ഒരു ഡെബിറ്റ് കാർഡ് സേവനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗ്ലോബലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, ലോക്കലി ആയിട്ട് സേവ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയയോട് കൂടിയാണ് നിയോ ഗ്ലോബൽ അക്കൗണ്ട് നമുക്ക് SBM ബാങ്ക് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയോ ഡെബിറ്റ് കാർഡിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ആശ്രയിക്കേണ്ടത്. അതായത് നമുക്ക് സീറോ മാർക്കപ്പ് ഫീസാണ് ഇവർ നൽകുന്നത്. ഏത് കറൻസിയിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് യാതൊരുവിധ ബാങ്ക് ചാർജസും കൊടുക്കാതെ തന്നെ വളരെ എളുപ്പം കറൻസി കൺവേർഷൻ കിട്ടുന്നതായിരിക്കും. അതോടെ തന്നെ നമുക്ക് വിസ നെറ്റ്വർക്ക് വാഗ്ദാനം ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഓരോ കറൻസിക്കും ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് റേറ്റ് ആ ഒരു ടൈമിൽ കാണും. അത് വിസ എന്ന് പറയുന്ന ബാങ്കിങ് സർവീസ് പ്രൊവൈഡർ ഏത് നിരക്കിലാണോ നമുക്ക് ആ കറൻസി കൺവേർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്, ആ ഒരു നിരക്കിലായിരിക്കും നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഡെബിറ്റ് കാർഡിലൂടെ, ഫോറിൻ എക്സ്ചേഞ്ച് കാർഡിലൂടെ നമുക്ക് ആ ഒരു കൺവേർഷൻ നിരക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊരു വാലറ്റ് പോലെ ഉപയോഗിക്കാം. നമുക്ക് ഒരു ഇന്ത്യൻ റുപ്പിയിൽ അക്കൗണ്ട് ലോഡ് ചെയ്തതിന് ശേഷം 150 പരം രാജ്യങ്ങളിൽ 150 പരം കറൻസികളിൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ കാർഡ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് SBM ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ് ഇവർ തരുന്നത്. അതുകൊണ്ട് തന്നെ SBM ബാങ്ക് നമുക്ക് ഏകദേശം 5% ഇൻട്രസ്റ്റ് ആണ് ഓരോ വർഷവും നമുക്ക് ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി തരുന്നത്. 2 ഉപയോഗങ്ങളാണ് ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്, അതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ചാർജുകളായ 0 rupees ചാർജുകളോടുകൂടി നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് വിസ നൽകുന്ന ഓരോ കറൻസിക്കും കൃത്യമായിട്ടുള്ളൊരു എക്സ്ചേഞ്ച് റേറ്റ് ആ ഒരു ടൈം അനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. കൂടാതെ 5% പലിശയും നമുക്ക് ഈ ഒരു അക്കൗണ്ടിലൂടെ ലഭിക്കുന്നു. ഇനി ഈ ഒരു ഗ്ലോബൽ ആപ്പിൻ്റെ ഒരു പ്രത്യേകത, ലൈവ് കറൻസി കൺവേർട്ടർ ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കറൻസി ഏത് സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസൃതമായിട്ട് നമുക്ക് ഈ ഒരു കറൻസി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മുടെ അടുത്തുള്ള ATM, നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും ആ ഒരു സ്ഥലത്തിന് അടുത്തുള്ള ATM ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ATM ലൊക്കേറ്റർ സേവനങ്ങളും ഇവർ നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ 24/7 ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചാറ്റ് സപ്പോർട്ട്, കസ്റ്റമർ കെയർ സപ്പോർട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിയോയുടെയും വിസയുടെയും നെറ്റ്വർക്കിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ട്നേഴ്സുമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ടുകളും ഒക്കെ നമുക്കിവർ നൽകുന്നുണ്ട്.
ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് തന്നെ വരുന്ന ഓഫേഴ്സും ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. കൂടാതെ എയർപോർട്ട് ലൗഞ്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്തിട്ട് സാധിക്കും. പിന്നെ വിസ കോൺസിയേജ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ക്യൂറേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഓഫേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവർ നൽകുന്നുണ്ട്. അതാണ് വിസ കോൺസിയർജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കാർഡിൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ, ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കാർഡിൻ്റെ ഇൻഫർമേഷൻ, കാർഡിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. കാർഡിൻ്റെ ലിമിറ്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെയും ബാലൻസിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാർഡ് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ മണി എപ്പോഴും ഇൻഷേർഡ് ആയിരിക്കും. ഇത് RBIയുടെ അണ്ടറിൽ വരുന്ന SBM ബാങ്ക് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ SBM ഒരു ഗ്ലോബൽ ബാങ്ക് ആണ്. ഐ തിങ്ക് സിംഗപ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബാങ്ക് ആണ് SBM എന്ന് പറയുന്നത്. ആ ഒരു ആസ്ഥാനമായാൽ കൂടി ഇന്ത്യയിലും നല്ല ഒരു പ്രവർത്തന മികവ് കാണിച്ചിരിക്കുന്ന, ഇന്ത്യയിലും കൂടുതലായിട്ടുള്ള ഡിജിറ്റൽ പ്രൊവൈഡേഴ്സുമായിട്ട് അസോസിയേഷൻ ഉള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സേവനങ്ങൾ നൽകുന്ന ഒരു ബാങ്കാണ് SBM ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 5 ലക്ഷം രൂപ വരെയുള്ള ബാലൻസുകൾക്ക് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് ഇൻഷുറൻസ് തരുന്നത് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കാർഡ് കിട്ടില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, കൂടാതെ നമ്മുടെ ഒരു ലൈവ് ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈവ് വീഡിയോ വെരിഫിക്കേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാർഡ് കിട്ടുന്നതായിരിക്കും. ഇനി കാർഡല്ല, ഈ ഒരു അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു 5,000 റുപ്പീസ് ലോഡ് ചെയ്യേണ്ടതുണ്ട്. 5,000 റുപ്പീസ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കാർഡ് ഡെലിവർ ചെയ്യാനുള്ള സ്റ്റെപ്സ് അവർ ആരംഭിക്കുന്നതാണ്. നിലവിൽ ഈ കാർഡ് ഫ്രീ ആണ്. ഭാവിയിൽ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചാർജ് അല്ലെങ്കിൽ ആനുവൽ ഫീസ് അങ്ങനെയുള്ളവ ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന എല്ലാവർക്കും ഈ കാർഡ് തീർത്തും സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ പുറത്ത് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിലുള്ള കറൻസി കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് പുറത്ത് രാജ്യത്തുള്ള ATMസിൽ പോയി പണം ഇടപാട് നടത്താനും പണം പിൻവലിക്കുവാനും ആ രാജ്യത്തെ കറൻസി പിൻവലിക്കുവാനും ഇതേ കാർഡ് ഉപയോഗിച്ച് സാധിക്കും. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പുറം രാജ്യങ്ങളിൽ നമുക്ക് ATM വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ 100 രൂപ ചാർജ് നമ്മൾ നൽകേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ NiyoX ഗ്ലോബൽ കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, എന്തുകൊണ്ട് ഈ കാർഡ് എടുക്കണം, നിങ്ങളൊരു ഫോറിൻ വിസിറ്റർ ആണെങ്കിലോ, നിങ്ങൾ ടൂർ പോകുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആവശ്യമായിട്ടോ ഒക്കെ പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകണമെങ്കിലോ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെയധികം ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് പാക്കേജിൽ നിന്നാണ് ഇത് വന്നത്. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രീഫ് കേസിൻ്റെ ഒരു മോഡലിലാണ് ഈ ഒരു കാർഡിൻ്റെ ആ ഒരു ബോക്സ് എനിക്ക് വന്നത്. ഞാനിത് തുറക്കാനുള്ള ഒരു വഴി നോക്കുമായിരുന്നു. കറക്റ്റ് ഒരു ബ്രീഫ് കേസ് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഈ ഒരു സൈഡിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ഈ ഒരു ഫ്ലാപ്പ് വഴിയാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലാപ്പ് നിങ്ങൾ കണ്ടു കാണും. ഈ ഫ്ലാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇതിൽ വച്ചിരിക്കുന്നത് നമ്മുടെ കാർഡാണ് വച്ചിരിക്കുന്നത്. നമ്മുടെ മനോഹരമായിട്ടുള്ള പ്രിൻ്റൊക്കെ ഉള്ള നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ട്രാവൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. കാർഡ് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം. അങ്ങനെ ഒരു പ്രിൻ്റാണ് കാർഡിലുള്ളത്. പിന്നെ അവർ നമുക്കൊരു വെൽക്കം മെസ്സേജും പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഡിസ്കൗണ്ടിന് ഓഫറിനെ കുറിച്ച് അറിയാനുള്ള ഒരു QR കോഡാണ് തന്നിരിക്കുന്നത്. നമുക്കിനി എന്താണ് ഈ പാക്കേജിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു വെൽക്കം ഓൺ ബോർഡ് എന്ന് പറയുന്ന ഒരു വെൽക്കം മെസ്സേജ് ആണ് പറയുന്നത്. നമുക്കിവിടെ 0 forex മാർക്കപ്പ് ആണ്. ഓൾ ഓവർ ദ വേൾഡ് 150+ കറൻസീസിൽ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കാർഡ് സാധിക്കും. നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ. പിന്നെ ഇതിനകത്ത് ഉള്ളത് വീണ്ടും ഒരു വെൽക്കം മെസ്സേജ് ആണ് അവർ ഈ ഒരു ഇതിൽ പറയുന്നത്. ഒരു RFID സ്റ്റിക്കർ എടുക്കാനുള്ള ഒരു സംഭവം, അതായത് RFID പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാധനത്തിൽ നമ്മൾ കാർഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ RFID പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ കാർഡ് RFID മെഷീൻസിൻ്റെ അടുത്തൂടെ പോയാൽ തന്നെ സാധാരണ ട്രാൻസാക്ഷൻ നടക്കുകയും ട്രാൻസാക്ഷൻ ഫ്രോഡ് ഉണ്ടാവുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഷെഡ്യൂൾ ഓഫ് ചാർജസ് ആണ്. ഈ അക്കൗണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഷെഡ്യൂൾ ഓഫ് ചാർജ് പറയുന്നുണ്ട്. 2ാമത്തെ വർഷം തൊട്ട് ഈ കാർഡിന് ഏകദേശം 499 രൂപ ഫീസുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറം രാജ്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് സഞ്ചരിക്കുന്നവരും ട്രാവൽ ആയിട്ടുള്ള ഒരു എൻതൂസിയാസ്റ്റും ആണെങ്കിൽ മാത്രമേ ഈ കാർഡ് എടുക്കുക. പിന്നെ ഇതിനകത്ത് അവർ കുറച്ച് സ്റ്റിക്കേഴ്സാണ് എനിക്ക് തന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവർക്കാണ് ഞാൻ ഈ സ്റ്റിക്കേഴ്സ് കൊടുക്കാനായിട്ട് പോകുന്നത്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ട്രാവൽ, ആ ഒരു ഈറ്റ് സ്ലീപ്പ് ട്രാവലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് പിന്നെ ഇതിനകത്തുള്ളത്. ഒരു 6 സ്റ്റിക്കേഴ്സാണ് ഇതിനകത്തുള്ളത്. ഓരോ സ്റ്റിക്കേഴ്സും വളരെ മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിനകത്ത് എനിക്ക് കിട്ടിയത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഡെബിറ്റ് കാർഡിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രിൻ്റുള്ള ട്രാവൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാർഡാണ്. ഇതിന് NFC ഉണ്ട്. കൂടാതെ തന്നെ ഇതിനകത്തൊരു ചിപ്പും അടങ്ങിയിട്ടുണ്ട്. ഈ ചിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം വെരിഫൈ ചെയ്യാനും നടത്താനും സാധിക്കും. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ റിവേഴ്സ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. ഈ കാർഡിൽ നമുക്ക് എല്ലാ കാർഡിലും ഉള്ളതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് പറയുന്നുണ്ട്. പിന്നെ വിസ സിഗ്നേച്ചർ കാർഡായത് അതിൻ്റെ ഒരു ലോഗോയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. കൂടാതെ കാർഡ് നമ്പർ, CVV നമ്പറും എക്സ്പയറി ഡേറ്റും, പിന്നെ കാർഡിൻ്റെ ആരുടെ പേരിലാണോ കാർഡുള്ളത് അയാളുടെ പേരും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കാർഡാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. അത്രയ്ക്കൊരു രസമുള്ളൊരു കാർഡാണ്. കൂടാതെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി കാർഡും കൂടെയാണ്. എനിക്കിതുവരെ അങ്ങനെയുള്ളൊരു കാർഡില്ല. നമുക്ക് ഈ കാർഡിനെ നമുക്ക് ഈ ഒരു RFID പാക്കേജിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു പാക്കേജിൽ നമ്മൾ കാർഡിനെ ഇൻസേർട്ട് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ കാർഡിൽ നിന്ന് എറോണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാർഡിനെ ഈ ഒരു പാക്കേജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്, RFID പ്രൊട്ടക്ഷൻ കവറിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാർഡുകളെല്ലാം നിങ്ങൾ തെഫ്റ്റ് വരാതെ അല്ലെങ്കിൽ ഫ്രോഡലൻ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു RFID സംഭവം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാർഡിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാർഡിൻ്റെ അൺബോക്സിങ്ങും കണ്ടല്ലോ. ഇത്രയൊക്കെയാണ് ഈ കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങനെയുള്ള ട്രാൻസാക്ഷൻ പുറത്തെ രാജ്യങ്ങളിൽ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കാർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ചാർജുകളും ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഫീസ് ഏകദേശം 3.5% വരെയൊക്കെ നിങ്ങളിൽ നിന്നും അവർ ഈടാക്കുന്നതായിരിക്കും. എന്നാൽ ഈ കാർഡ് ഉപയോഗിച്ചാൽ തീർച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിലൂടെ ട്രാൻസാക്ഷൻസ് ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നടത്താനായിട്ട് സാധിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി നിരക്കുകൾ ചിലപ്പോൾ വ്യത്യാസം കാണുമായിരിക്കും, എങ്കിലും മൈനർ ഡിഫറൻസ് മാത്രമേ കാണുകയുള്ളൂ. എങ്കിൽ പോലും ഈ കാർഡ് തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും ഈ ചാനലിൻ്റെ വീഡിയോസിനെ സംബന്ധിച്ച് ലഭിക്കുന്നതായിരിക്കും. ഈ കാർഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി അങ്ങോട്ടും മുൻപിലോട്ടും നിങ്ങൾക്ക് ഏറ്റവും ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അമേസിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനും മറ്റ് തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.